നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു കിഴക്കൻ തീര സംസ്ഥാനമായ ഒഡീഷയിലാണ്. ഒറീസ എന്നാണ് ഈ സംസ്ഥാനത്തെ മുമ്പ് അറിയപ്പെട്ടിരുന്നത്. ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളാണ്. കൽക്കരിഖനികളാൽ സമൃദ്ധമാണ് ഒഡീഷ. ഇന്ന് ഒഡീഷയുടെ വിശേഷങ്ങളാണ് യൂറോപ്പ് മലയാളി ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും സ്വാഗതം. ഒഡീഷയിൽ വന്നപ്പോൾ തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് ഒഡീഷ മൊത്തം ഒന്ന് കറങ്ങാനായിട്ട്. അപ്പോൾ സംഭവിച്ചത്, രാവിലെ ഇവിടെ വലിയ ഫോഗായിരുന്നു. ഇവിടുത്തെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ രാവിലെ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ 10 ഡിഗ്രി 12 ഡിഗ്രിയൊക്കെ ആവും. അത് പെട്ടെന്ന് ഇങ്ങോട്ട് ചൂടായി ഒരു 25-26 വരെ പോവും. വീണ്ടും വൈകുന്നേരം ആകുമ്പോൾ തണുപ്പാകുന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടെ വന്നപ്പോൾ അനുഭവപ്പെട്ടത്. ഏതായാലും നമ്മൾ ഒഡീഷയിൽ വന്നപ്പോൾ ഒഡീഷയുടെ സ്ഥലങ്ങൾ കാണുന്നത് കൂടാതെ ഇവിടുത്തെ ആഹാരങ്ങളും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ ഇവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ്. കോഫി, ടീ, ടിഫിൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. What is the special food? Any special food? Idli, sir. Vada. Idli here, eh? Yes. South Indian idli. Yes. Okay. I want Odisha food. Aloo paratha, sir. Aloo paratha. Yeah. Okay, I will try aloo paratha. Okay. ആ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് അലു പൊറോട്ടയാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നിരിക്കുന്നത് തൈരാണ്, യോഗട്ട് ആൻഡ് പിക്കിൾ. ഞാൻ വിചാരിച്ചതിൻ്റെ കൂടെ കുറേ കറികളൊക്കെ കാണുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇത് നല്ല ചൂട് ഇവിടെ ഒരു ഫ്രഷായിട്ട് ഉണ്ടാക്കി തന്നിരിക്കുന്നതാണ്. അലു പൊറോട്ടയും പിക്കിളും തൈരും. അപ്പോൾ അലു പൊറോട്ടയുടെ കൂടെ ഒന്നിൽ പിക്കിള്, തൈര്. ഇനിയിപ്പോൾ ചായ കൊണ്ടുവരുമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ്. ചായയും തൈരും കൂടെ ശരിയാവുമോ എന്ന് അറിയത്തില്ല. ഏതായാലും നോക്കാം. അലു പൊറോട്ട നല്ല ഫ്രഷായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, നല്ല ചൂടുള്ള അലു പൊറോട്ട. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിക്കണം ഏതായാലും. അതുകൊണ്ട് ഏതായാലും ഇവിടെ വന്നപ്പോൾ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഗംഭീരമായെന്ന് തന്നെ പറയാം. ലോക്കൽ കടയാണ്. നമുക്ക് വലിയ സ്റ്റാർ ഹോട്ടലിലൊന്നും പോകേണ്ട കാര്യമാണ്. ലോക്കലായിട്ട് അവർ ഫ്രഷായിട്ട് ഉണ്ടാക്കി തരുന്ന സ്ഥലങ്ങളാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഏതായാലും കാണാം. അങ്ങോട്ട് പോകുന്ന കാഴ്ചകൾ കണ്ടു പോകാം. വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ 2 പേരുണ്ടല്ലോ. ഞങ്ങൾ 3 പേരും കൂടെ ഇത്രയും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് 360 രൂപയാണ്. അലു പൊറോട്ട വൺ ഓഫ് ദി ബെസ്റ്റ് ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഒരു അലു പൊറോട്ടയായിരുന്നു. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്ലീൻനെസ് ആണെങ്കിലും എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ കടകളെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. ഏതായാലും വളരെ നല്ലൊരു ഫുഡായിരുന്നു. നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കൊണാർക്ക് എന്ന് പറയുന്ന ആ സൺ ടെമ്പിൾ ഉണ്ടല്ലോ, ആ വശത്തേക്കാണ് പോകുന്നത്. നമ്മൾ കോണാർക്ക് എന്ന് പറയുന്ന സ്ഥലത്തെ തിരിക്കുകയാണ്. കോണാർക്ക് എന്ന് പറയുന്ന ടെമ്പിൾ ലോക പ്രശസ്തമാണ്. സൂര്യ ടെമ്പിൾ എന്നാണ് പറയുന്നത്. കോൺ എന്ന പദം സംസ്കൃതത്തിൽ പറയുന്നത് കോണ എന്നാണ്. സൂര്യൻ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, അർക്കൻ. കോണാർക്ക് എന്ന് പേര് കിട്ടിയത് തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ കോണാർക്ക് ടെമ്പിൾ എത്തിയിരിക്കുന്നു പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ലണ്ടനിൽ നിന്ന് ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ നിന്ന് ഭുവനേശ്വർ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് വന്നു. അവിടെ നിന്ന് നമ്മളൊരു 110 കിലോമീറ്റർ ട്രാവൽ ചെയ്താണ് ഈ കോണാർക്ക് ടെമ്പിൾ എത്തിയിരിക്കുന്നത്. ഞാനിവിടെ വന്നിരിക്കുന്നതിന് ഒരു ഗവൺമെൻറ് സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ
നമുക്ക് ഇവിടെ വന്നപ്പോൾ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട്, അകത്ത് പോകാനും പെട്ടെന്ന് ഈ ക്യൂ നിൽക്കാതെയൊക്കെ പോകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വളരെ ചുരുക്കം പ്രശസ്ത ക്ഷേത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നാണ് ഈ കോണാർക്ക് ടെമ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് ഏതായാലും അകത്തേക്ക് പോവാം. നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ റിസീവ് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ഒഫീഷ്യൽ ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, thank you for providing us the special support. Shall we go inside the temple? നമ്മൾ ഇന്നിവിടെ എത്തിയത് ഒരു വിശേഷ ദിവസത്തിനോടനുബന്ധിച്ചാണ്. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ക്രൗഡ് എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ എപ്പോഴും വന്നാലും ക്രൗഡാണ് ഇവിടെ. സാമ്പദർശിനി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഡേ ഉണ്ടായിരുന്നു 9-ാം തീയതി. അപ്പോൾ അതിനോടനുബന്ധിച്ച് 2-3 ദിവസമായിട്ട് വളരെ ക്രൗഡ് കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ് നമ്മളെ കൂടെ ഒരു ഗൈഡിനെ കൂടെ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഇതിനിടയിൽ കൂടെയൊക്കെ പോകാനുള്ള ഒരു അധികാരം കൂടെ ഉണ്ട്. അത് ഇവിടുത്തെ ഒഡീഷ ഗവൺമെൻറ് ചെയ്തു തന്നതാണ്. ഏതായാലും ഒഡീഷ എന്ന് പറയുന്ന സ്ഥലം ഈ അമ്പലങ്ങളുടെ മാത്രം നാടെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഞാൻ വരുന്ന വഴി തന്നെ പല പല ബീച്ചുകൾ കണ്ടു, പ്രകൃതി സുന്ദരമായ പല കാഴ്ചകളും കണ്ടു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കറങ്ങി നടക്കാനുള്ള ഈസി ആയിട്ട് വ്യത്യസ്തമായ സ്ഥലങ്ങൾ, വ്യത്യസ്തമായ ഭക്ഷണ രീതികൾ, വ്യത്യസ്തമായ കാഴ്ചകൾ കാണാനുള്ള അവസരം നമുക്ക് കിട്ടുന്നതാണ്. ഏതായാലും നമുക്ക് ടെമ്പിളിൻ്റെ അകത്തേക്ക് പോകാം. സൂര്യ ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 13th സെഞ്ച്വറിയിലാണ് ഇത് നിർമ്മിച്ചത്. അന്ന് 12,000 ആൾക്കാർ 12 വർഷം എടുത്തിട്ടാണ് ഈ അമ്പലം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. എത്രയോ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടും ഇതിൻ്റെ പ്രശസ്തിയും ഇതിൻ്റെ ഇമ്പോർട്ടൻസും ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ആൾക്കാർ, ഇത്രയും ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇവിടെ വന്നിട്ട് പോലും ഇത്രയും ആൾക്കാരെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ വരുമ്പോൾ സൂര്യ ടെമ്പിൾ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. സൂര്യ ടെമ്പിളിൻ്റെ തൊട്ട് അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഇപ്പോൾ കാണാവുന്ന 2 സ്റ്റാച്യൂസ് 2 സൈഡിൽ ഇരിപ്പുണ്ട്. ഇത് രണ്ടും ഒറ്റ സ്റ്റോണിൽ ഉണ്ടാക്കിയതാണ്. അതിൽ ലയനുണ്ട്, എലിഫൻ്റ് ഉണ്ട്, ഒരു ഹ്യൂമൻ ബീയിങ്ങും ഉണ്ട്. നമുക്ക് അടുത്തോട്ട് പോയി കാണാവുന്നതാണ്. ഇത് രണ്ടും ഒരേ സ്റ്റോണിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കാണുന്നത് നൃത്ത മണ്ഡപങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ അലൈൻമെൻ്റ് എന്ന് പറയുന്നത് അവിടെ അപ്സരസുകൾ ഡാൻസ് ചെയ്തിരുന്നു, നൃത്തം ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്സരസുകൾ നൃത്തം ചെയ്യുമ്പോൾ ഡെയ്റ്റിക്ക് മുകളിൽ ഇരുന്ന് അവിടെ നിന്നുകൊണ്ട് തന്നെ സ്ട്രൈറ്റ് അവേ കാണാൻ പറ്റുന്ന ഒരു അലൈൻമെൻറ്റിലാണ് ഈ ബിൽഡിങ് നിർമ്മിച്ചിരിക്കുന്നത്. 13th സെഞ്ച്വറിയിലാണ് ഇത് നിർമ്മിച്ചതെന്നും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ ആർട്ടിസ്റ്റിക് കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കാണും എത്ര പെർഫെക്ഷനോടുകൂടിയാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഈ സ്റ്റാച്യുവിന് ഒരു ഡെഫിനിഷൻ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഹ്യൂമൻ ബോഡിയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് എലിഫൻ്റാണ്, ലയനാണ്. അപ്പോൾ ഈ ടെമ്പിളിലേക്ക് കയറുമ്പോൾ നമ്മളുടെ ഈഗോ ഇല്ലാതെ കയറുക എന്നുള്ളതാണ്. ഈഗോ ആയിട്ട് ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ യു വിൽ ബി സപ്രസ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈഗോ ഇല്ലാതാക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ് സൺ ടെമ്പിൾ. നമുക്ക് ഈ സ്കൾപ്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഡാൻസ് ഫോംസാണ് കാണുന്നത്. ഇവിടെ മൊത്തം 12,000 ഇതുപോലത്തെ സ്കൾപ്ചേഴ്സ് 4 വിഭാഗമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നാണ് സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഓരോന്നും സ്പെഷ്യലാണ്, ഓരോ പോസും സ്പെഷ്യലാണ്. അപ്പോൾ 12,000 ഡിഫറെൻറ്റ് പോസസാണ് ഇവിടെ ഈ കല്ലുകളിൽ കൊത്തിവെച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായിരുന്നു 12,000 ആൾക്കാർ ചേർന്നാണ് ഇത് നിർമ്മിച്ചതെന്ന് പറയുന്നു, ജോലി ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ സ്കൾപ്ചർ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ കൊത്തി കാണും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്.
സൺ ടെമ്പിൾ ഒരു ചാരിയറ്റിൻ്റെ മോഡലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് കാണാം 7 ഹോഴ്സസാണ് ഇതിൻ്റെ വലിക്കുന്നതും 24 വീൽസ് ഉണ്ട്, ചാരിയറ്റ് വീൽസും ഉണ്ട്. അപ്പോൾ ആ ഒരു മോഡലിലാണ് ഈ സൺ ടെമ്പിൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ പൂജയൊന്നുമില്ല, ഇതൊരു മോണുമെൻ്റായിട്ട് സൂക്ഷിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എത്രയോ സെഞ്ച്വറീസിന് മുമ്പുള്ള ടെമ്പിൾസ് ഇത് നമുക്ക് പല പല ഭാഗത്തും കാണാൻ കഴിയുന്നുണ്ട്. ദ വീൽ നമ്മൾ പറഞ്ഞല്ലോ, വീലിനെ കുറിച്ച് പറഞ്ഞു. ഇതുപോലത്തെ ഉള്ള 24 വീലുകളാണ് ഇതിൻ്റെ ഈ ടെമ്പിളിൻ്റെ 4 ചുറ്റാകയും ആയിട്ട് ഉള്ളത്. നമ്മളിതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്കൾപ്ചേഴ്സിൽ നോക്കുമ്പോൾ ഖജുരാഹോയിൽ ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഇത്തരത്തിലുള്ള സ്കൾപ്ചേഴ്സ് ഉള്ളത്. അത് കഴിഞ്ഞാൽ 2ാം സ്ഥാനം ഈ സൂര്യ ടെമ്പിളിനാണ് ഉള്ളത്. നമ്മൾ പലപ്പോഴും ആലോചിക്കും എന്തുകൊണ്ട് ഇങ്ങനെ ടെമ്പിളിലൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ കാമസൂത്ര എന്ന് പറയുന്ന ഗ്രന്ഥത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം മനുഷ്യരുടെ ആവശ്യമാണെന്നുള്ളതും അതിന് നമ്മൾ ഒളിച്ചു വെക്കേണ്ടതില്ലെന്നുള്ളതാണ് അന്നത്തെ കാലഘട്ടത്തിൽ അവർ ഈ ടെമ്പിളിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കി വെച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇൻ 1984 യുനെസ്കോ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഈ സൂര്യ ടെമ്പിളിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒഡീഷയിലെ ഏക വേൾഡ് ഹെറിറ്റേജ് സ്ഥലം കൂടിയാണ് ഈ സൺ ടെമ്പിൾ. ഇതിന് ഈ ടെമ്പിളിലേക്ക് 3 എൻട്രൻസ് ആണെന്നുള്ളത്. നമ്മൾ ആദ്യം കയറി വന്നത് ലയൺ എൻട്രൻസ് എന്ന് പറയും. ഇപ്പോൾ ഈ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഹോഴ്സ് എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇതെല്ലാം ഒറ്റ സ്റ്റോണിൽ പണിതാണെന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എലിഫൻറ്റ് എൻട്രി എന്ന് പറയുന്ന സ്ഥലം. ആ വശത്ത് എലിഫൻ്റാണ്, ഇവിടെ ലയണാണ്. നമ്മൾ കയറി ഇവിടെ ഹോഴ്സാണ്, അവിടെ നമ്മൾ കയറി വന്നത് ലയണാണ്. അങ്ങനെ 3 എൻട്രി ആണ് ഈ ടെമ്പിളിലേക്ക് കയറാനുള്ളത്. ഈ ചക്രയിൽ നിന്ന് നമുക്ക് ടൈം പറയാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഇത് 6, ഇത് 9, ഇത് 12, ഇത് 3, ഇത് 6, ഇതും 6 ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ കൈവച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷാഡോ വരുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു 10 ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 9 അല്ലേ, 10, 10:30, 10:45, 10:45, 10:45 ടൈമിലേക്ക് എത്തുന്ന കണക്കാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ സെൻറ്ററിൽ കൈവച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടൈം അറിയാൻ പറ്റും. അന്നത്തെ സൂര്യനെ വെച്ചിട്ടുള്ള ടൈമിംഗ് അറിയുന്ന രീതിയാണ്. ഇതിലുള്ള ഓരോ സ്കൾപ്ചേഴ്സിനും ഓരോ സ്റ്റോറി പറയാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഫാമിലിയിലുള്ള ഒരു സ്ത്രീ മിററിൽ നോക്കിയിട്ട് അവരെങ്ങനെ അവരുടെ കുങ്കുമം ഇടുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ഹസ്ബൻഡിൻ്റെ ഏജ് കുറയും എന്നുള്ളതാണ് ഇവിടുത്തെ വിശ്വാസമെന്നാണ് ഈ സ്കൾപ്ചർ കാണിക്കുന്നത്. ഈ ഒരു പീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പീസ് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് കുറേ ചരിത്രവും കുറേ മിത്തും എല്ലാം ഉണ്ടാവണം. ഈ ടെമ്പിളിൻ്റെ അകത്ത് ഒരു വലിയ മാഗ്നറ്റ് ഉണ്ടായിരുന്നെന്നും അപ്പോൾ ഈ സൈഡിൽ കൂടെ പോകുന്ന പോർച്ചുഗീസ് കപ്പലുകളെല്ലാം ഇവിടെ വരുമ്പോൾ അവരുടെ ഇൻസ്ട്രുമെൻ്റ് എല്ലാം സ്റ്റക്കാവുന്നുണ്ടായിരുന്നു ഈ ഏരിയയിൽ കൂടെ പോകുമ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ അവരെ കണ്ടുപിടിച്ച് വരെയും ബ്രിട്ടീഷ് വന്ന സമയത്ത് അത് കണ്ടുപിടിച്ചു, ആ മാഗ്നറ്റ് എടുത്തു മാറ്റി. അപ്പോൾ എടുത്ത് മാറ്റിയ സമയത്ത് ഈ ടെമ്പിൾ കുറേയൊക്കെ ഷേക്കായെന്നും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ ടെമ്പിൾ ഷേക്കായെന്നും അത് താഴെ വന്ന് വീണുവെന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത്. പക്ഷേ എന്തായിരുന്നാലും ഇതിൻ്റെ ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ കാരണം ഇതുവഴി പോകുന്ന ഷിപ്പുകളുടെ എല്ലാം പ്രവർത്തനം പലപ്പോഴും നിന്നുപോയിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നുണ്ട്. അത് പോർച്ചുഗീസിൻ്റെ കാലം മുതൽ ഇത് പറയുന്നുണ്ട്. ഇത് എത്രയോ ആക്രമണങ്ങൾക്ക് വിധേയമായ ടെമ്പിളാണ്. മുഗൾസിൻ്റെ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഇവിടെ ഇതിൻ്റെ ആക്രമണം ഉണ്ടാവുകയും പല ഭാഗങ്ങളും ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബ്രിട്ടീഷിൻ്റെ കാലത്തും ഇത് സംഭവിച്ചു എന്നാണ്. ചരിത്രമാണോ മിത്താണോ ഏതായാലും അവിടെ നിന്നുള്ള ഒറ്റ പീസാണ്.
ഇത് ഇത്രയും ഭാരമുള്ള ഈ സാധനങ്ങൾ ആ കാലഘട്ടത്തിൽ ഇതിൻ്റെ മുകളിലേക്ക് എങ്ങനെ കൊണ്ടുപോകുമെന്ന് ആർക്കും ഒരു പിടിയില്ല. നമ്മൾ പുറകിൽ കാണുന്നതാണ് ഛായാദേവി ടെമ്പിളുണ്ട്. അതെല്ലാം പകുതിയും കാണുന്നില്ല, ഡിസ്ട്രോയ് ചെയ്യപ്പെട്ട സാധനങ്ങളാണ്. ഇത് ഛായാദേവി, മായാദേവി എന്ന് പറയുന്ന 2 ഭാര്യമാരാണ് സൂര്യഭഗവാൻ ഉണ്ടായിരുന്നത്. അവരുടെ ടെമ്പിളായിരുന്നു ഈ പുറകിൽ കാണുന്നത്. മായാദേവി ടെമ്പിൾ മോസ്റ്റ്ലി കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് എന്ന് തന്നെ പറയാം. ഛായാദേവി ടെമ്പിളിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇനി അവശേഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഫ്ലറിഷായിട്ടിരുന്ന ഒരു രാജ്യത്തെ മറ്റ് ഇൻവൈഡേഴ്സ് കാരണം നഷ്ടപ്പെട്ടു പോയ കുറേ പുരാതന അവശിഷ്ടങ്ങളാണ് നമ്മുടെ പിന്നിൽ ഈ കാണുന്നത്. ഈ കാണുന്ന പാർട്ടുകളെല്ലാം ഈ ടെമ്പിളിൻ്റെ മുകളിൽ നിന്നും താഴെ വീണ പീസസാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നതല്ല. കാരണം ഇത് എങ്ങനെ ഇവിടെ താഴെ വീണു, ആര് ഡിസ്ട്രോയ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ചരിത്രങ്ങളാണ്. ഓക്കെ, ഇതൊരു ലൈൻഡ് പീസാണ്. അപ്പോൾ ഇതും ഇതിൻ്റെ മുകളിൽ നിന്ന് വീണു എന്ന് പറയുന്ന ഈ കാണുന്ന പീസുകളെല്ലാം ഇതിൻ്റെ മുകളിൽ നിന്ന് വീണു എന്ന് പറയുന്നതാണ്. അപ്പോൾ എങ്ങനെ വീണു, എന്തുകൊണ്ട് വീണു, ആരെടുത്ത് ഇവിടെയൊക്കെ വെച്ചു എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഈ കാണുന്നത് ഈ ഒരു സ്കൾപ്ചർ കണ്ടു കഴിഞ്ഞാൽ ഒരു ചൈനീസ് ഇൻഫ്ലുവൻസ് നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ്. കാരണം ഇതൊരു ക്രൊക്കഡൈലാണ്. ക്രൊക്കഡൈലിൻ്റെ മുകളിലുള്ള ഈ ഡ്രാഗൻ്റെ മോഡലെല്ലാം വരച്ചിരിക്കുന്നത് ഒരു പക്ഷേ അന്ന് നമുക്ക് ചൈനീസുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കേണ്ട കാര്യമാണ്. സൺ ടെമ്പിളിലേക്ക് കയറി വരാൻ 3 എൻട്രൻസ് ആണെന്ന് പറഞ്ഞല്ലോ. ഇതാണ് മൂന്നാമത്തെ എലിഫൻറ്റ് എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ഒരു എലിഫൻറ്റ് ഒരു ഇഞ്ചേർഡ് പേഴ്സണെ ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന ഒരു സീനാണ് ഇവിടെ ഉള്ളത്. ഇപ്പോഴും സെയിം ആയിരുന്നു. അത് എന്തോ കാരണങ്ങളിലാണ് കുറച്ച് ബ്രോക്കൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ അതേപോലെ പ്രിസർവ് ചെയ്യാൻ ഏതായാലും ഒഡീഷ ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും ഒരുമിച്ച് ശ്രമിക്കുന്നുണ്ടെന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇത് യുനെസ്കോയുടെ ഒരു ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞപ്പോൾ അത്രയും പ്രൊട്ടക്ഷൻ ഇതിന് കൊടുക്കുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മൾ ഈ ഒറ്റ നോട്ടത്തിൽ ഇതിൻ്റെ ആർക്കിടെക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 13ാം സെഞ്ച്വറിയിൽ ഇത്രയും ഗംഭീരമായ ഒരു അമ്പലം എങ്ങനെ ഉണ്ടാക്കി എന്ന് നമുക്ക് പലരും ചോദിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഓരോരുത്തരെ തന്നെ എടുത്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കും എത്ര നമ്മളുടെ ആൾക്കാർക്ക് നമ്മളെ ഗ്രാൻഡ് പേരൻറ്റിനെ അറിയാൻ പറ്റും. ഒരു 3 തലമുറ അല്ലെങ്കിൽ 4 തലമുറയ്ക്ക് അപ്പുറം അറിയാവുന്ന എത്ര പേർക്കുണ്ട്. അതുപോലെ ഇത് 13th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ ഒരു കാര്യമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എത്രയോ ഇൻഫർമേഷൻ ചോർന്നു പോയിട്ടുണ്ടാവും. ഹിസ്റ്ററി പലപ്പോഴും എഴുതുന്നത് എല്ലാം സത്യമാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇത്രയും ഗംഭീരമായിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ഒരു അതിശയം തന്നെയാണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ സ്റ്റെപ്പ് മണ്ണിട്ട് പൊക്കിയിട്ട് ഈ കല്ലുകൾ കൊണ്ട് അവിടെ വയ്ക്കുന്നു, അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ആ മണ്ണുകളെല്ലാം റിമൂവ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കഥയും കേട്ടിട്ടുണ്ട്. എന്ത് വിശ്വസിച്ചാലും അതിഗംഭീരമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ സൂര്യ ടെമ്പിൾ. ഇതാണ് ഒരു നൃത്ത മണ്ഡപം. ഈ അപ്സരസുകൾ ഇവിടെ വന്ന് നൃത്തം ചെയ്തിരുന്നുവെന്നും അപ്പോൾ ഇവിടെ നിന്ന് നേരെ സ്ട്രൈറ്റ് ഡേറ്റിക്ക് കാണാവുന്ന ഒരു മേഖലയിലാണ് ഇതിൻ്റെ ഒരു അലൈൻമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് വന്ന് ഇവിടെ നിന്നിട്ട് ഇതൊക്കെ തന്നെയായിരിക്കും സംസാരിക്കുന്നത്. ഇവിടെ നൃത്തമണ്ഡപത്തിൽ അപ്സരസുകൾ നൃത്തം ചെയ്തിരുന്നു. ആ സമയത്ത് അവിടെ നിന്ന് സൂര്യഭഗവാന് ഇത് കാണാൻ കഴിഞ്ഞിരുന്നു എന്നാണ് ഐതിഹ്യം.
13th സെഞ്ച്വറിയിൽ ഈ അമ്പലം നിർമ്മിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന അയൺ ബീംസാണിത്. അയൺ ബീംസ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് ഉപയോഗിച്ചതിൻ്റെ ബാക്കി അയൺ ബീംസ് ഇവിടെ വെച്ചിരിക്കുന്നതാണ്. ഇപ്പോഴും ഇത് റെസ്റ്റ് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അന്നത്തെ ഈ അയൺ ഉണ്ടാക്കിയ ആൾക്കാരുടെ പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്നിപ്പോൾ നമ്മൾ അയൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ റെസ്റ്റ് ആവുന്നു. ഇത് അന്ന് തൊട്ടേ ഇരിക്കുന്ന അയൺ ബീംസാണ്. അത്രയും സിൻസിയറായിട്ടാണ് അന്നത്തെ ആർക്കിടെക്ട്സ് എല്ലാം ഓരോ നിർമ്മാണ കലകളും ചെയ്തിരുന്നത് എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. കോണാർക്ക് സൺ ടെമ്പിളിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഒറീസ ഗവൺമെൻറ് ചെയ്തു തന്ന സപ്പോർട്ടിനെയും കുറിച്ചിട്ടാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം ഇതിനകത്ത് സുഗമമായ ഒരു യാത്രയ്ക്കും വിശകലനം ചെയ്തു തന്നതിന് വളരെ നന്ദിയുണ്ട്. I'm so glad that you came with us, so it was so smooth, and I like to convey our gratitude to the government as well through you. Thank you very much. ഇവിടെ നിന്നുള്ള വിശേഷങ്ങൾ ഇന്ന് അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കാണും വരെ നന്ദി, നമസ്കാരം.